നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. AFC ചാമ്പ്യൻസ് ലീഗിൽ അൽ നസറും അലൈൻ FCയും തമ്മിൽ നടന്ന മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് വിധി എഴുതപ്പെട്ടത്. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അൽ നസറിനായിട്ട് ആകെ പന്ത് വലയിലേക്ക് എത്തിച്ചത് ക്രിസ്ത്യാനോ മാത്രമാണ്. അതേസമയം ടെല്ലസിനും ഒറ്റാവിയോക്കും ബ്രസോവിച്ചിനും അങ്ങനെയുള്ള വമ്പൻ താരങ്ങൾക്കാണ് പിഴച്ചു പോയത്. അപ്പോഴും വളരെ അധികം കാംനെസ്സോടുകൂടി ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് സമ്മർദ്ദങ്ങൾ അതിജീവിച്ച് ക്രിസ്ത്യാനോ പെനാൽറ്റി വലയിലേക്ക് എത്തിച്ചു. അതിനു മുമ്പ് എക്സ്ട്രാ ടൈമിൽ ലഭിച്ച പെനാൽറ്റിയും അദ്ദേഹം ഗോളാക്കിയത്. പക്ഷേ ഒരു ഓപ്പൺ ചാൻസ്, ഒരു ടാപ്പിംഗ് ചാൻസ്, അതായത് എതിർ ടീമിൻ്റെ ഗോൾ കീപ്പറുടെ ദേഹത്ത് കൊണ്ട് റീബൗണ്ട് വരുന്നു, ഗോൾ കീപ്പർ ഒരു ഭാഗത്ത് വീണ് കിടപ്പാണ്. ആ ഘട്ടത്തിൽ വലയിലേക്ക് തിരിച്ചു വിടാമായിരുന്നു. ഒരു 3 യാർഡ് ഡിസ്റ്റൻസിൽ നിന്ന് വലയിലേക്ക് തിരിച്ചു വിടാമായിരുന്ന ഈസി ചാൻസ് ക്രിസ്ത്യാനോ മിസ് ചെയ്തത് വളരെ അവിശ്വസനീയതയോടെയാണ് ഫുട്ബോൾ ലോകം കണ്ടുവന്നത്. അൽ നസറിൻ്റെ ആരാധകർക്ക് ഒട്ടും വിശ്വസിക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇതിപ്പം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ മിസ്സാണ് എന്നാണ് പോർച്ചുഗീസ് മാധ്യമമായിട്ടുള്ള എബോല പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരത്തിലാണ് അതിനെ പലരും വിശേഷിപ്പിക്കുന്നത്. നിരവധി ട്രോളുകളാണ് എക്സിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ക്രിസ്ത്യാനോ തന്നെ പിന്നെ ഗോളടിച്ചതിന് ശേഷം അൽ നസർ ആരാധകരോട് താൻ മിസ് ചെയ്ത ചാൻസിന് അപ്പോളജൈസ് ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഏതായാലും അൺഫോർച്ചുനേറ്റ്ലി അൽ നസർ പുറത്തായി. ക്രിസ്ത്യാനോ ഇങ്ങനെ സാധാരണ നമ്മൾ കാണാത്ത വിധത്തിൽ ഒരു ഓപ്പൺ ടാപ്പിംഗ് ചാൻസ് പുറത്തേക്ക് കളയുന്ന കാഴ്ചയും കണ്ടു. ക്രിസ്ത്യാനോ ആരാധകർക്ക് വലിയ നിരാശയാണ്. വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരെ വരുമ്പോൾ പക്ഷേ ഹെയ്റ്റേഴ്സാണ് ഈ വിമർശനങ്ങളുമായിട്ട് വരുന്നത് എന്ന തരത്തിൽ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നവരുമുണ്ട്. എക്സിൽ വന്നൊരു പോസ്റ്റ് പറയാം. അതിൽ പറയുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറ്റപ്പെടുത്തുന്നവർക്ക് ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഏറ്റവും മോശം ടീമിലാണ് അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത്. ഒരു ബാഡ് ടീം, വളരെ ഡിസാസ്ട്രസ് എന്ന് വിളിക്കാവുന്ന ഗോൾ കീപ്പർ. ശരിയാണ്, റഗദൽ നജാറിൻ്റെ ഇന്നലത്തെ പ്രകടനം മികച്ചതല്ല, പക്ഷെ ഡിസാസ്ട്രസ് എന്നൊക്കെ വിളിക്കണോ എന്നുള്ളതൊരു ചോദ്യമാണ്. ആ ഒരു ഗോൾ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ബോൾ പോയതും അത് ഗോളാക്കി മാറുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ഏതായാലും വളരെ മോശമായിട്ടുള്ള ഡിഫൻസ്, ഡിഫിക്കൽട്ടായിട്ടുള്ള കണ്ടീഷൻസ് ആണ്. നല്ല കോച്ചുണ്ട്, പക്ഷെ പുവർ ബെഞ്ച് സ്ട്രെങ്ത് ആണ്. ഒരു പ്ലെയർക്കും എങ്ങനെ കാംലി പെനാൽറ്റി എടുക്കണമെന്ന് പോലും അറിയില്ല. അവിടെയാണ് ക്രിസ്ത്യാനോ കളിക്കുന്നത്. റൊണാൾഡോ തീർച്ചയായിട്ടും ഇന്നത്തെ മത്സരത്തിൽ അൺലക്കി ആയിരുന്നു. പക്ഷേ പെനാൽറ്റി കിക്ക് അദ്ദേഹം 118ാമത്തെ മിനിറ്റിൽ വളരെ ഈസിൽ അദ്ദേഹം ഗോളാക്കി മാറ്റി എന്ന കാര്യം ഓർക്കുക. അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി കിക്ക് ഷൂട്ടൗട്ടിൽ അദ്ദേഹം ഗോളാക്കി മാറ്റി. മറ്റെല്ലാവരും അൽ നസറിനായിട്ട് മിസ് ചെയ്തു എന്നതും ഓർക്കുക. റൊണാൾഡോ ഈ ലീഗിലെ ടോപ്പ് സ്കോററാണ്. അതുപോലെ തന്നെ റൊണാൾഡോ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് ഈ സീസണിൽ ലോകത്ത് ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉള്ള താരമാണ്. Whoever puts the blame on him, I know he's a hater. ക്രിസ്ത്യാനോയുടെ മേലെ ആര് കുറ്റപ്പെടുത്തുന്നുവോ അയാൾ ക്രിസ്ത്യാനോയുടെ ഹെയ്റ്ററാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. ഒമർ ബിൻ അബ്ദുൽ അസീസ് എന്നുള്ള അൽ നസറിനെയൊക്കെ വലിയ രൂപത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഇത്തരത്തിൽ ക്രിസ്ത്യാനോയെ വിമർശിക്കുന്നവരൊക്കെ ക്രിസ്ത്യാനോ ഹെയ്റ്റേഴ്സാണ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പല ക്രിസ്ത്യാനോ ഡിഫെൻഡ് ചെയ്യുന്ന കമൻറ്റും വരുന്നുണ്ട്, പോസ്റ്റുകൾ വരുന്നുണ്ട്, നേരെ തിരിച്ച് അദ്ദേഹത്തിനെതിരെ ട്രോളും വരുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ എത്താം.